വിനീഷേട്ടനും പൊടിക്കുഞ്ഞും കൂടി ആ റെഡി ആയിട്ട് ഉച്ചയായപ്പോഴത്തേക്കും പതുക്കെ ഇറങ്ങിയേക്കാണ്. വേറെ എങ്ങോട്ടേക്കല്ല, നമ്മുടെ കേദാറിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നോടും പറഞ്ഞു നീയും വായൊന്നു. മഴ കാരണം ഒന്നും മടിച്ചു നിന്നാലും രണ്ടാമത്തെ വിളിയിൽ ഞാനും ചാടി വണ്ടിയിൽ കയറി കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി കേദാറിനെ വിളിക്കാൻ പോകണം. പൊടിക്കുഞ്ഞിന് ലീവായിരുന്നു കേട്ടോ. പൊടിക്കുഞ്ഞിന് സ്കൂൾ തുടങ്ങിയത് സാറ്റർഡേ ആണ്. കേദാറിനും ഈ ആഴ്ചയായി തുടങ്ങിയിട്ടുള്ളൂ. ഇവർക്ക് ലേറ്റ് ആയിട്ടാണ് കേട്ടോ സ്കൂൾ തുറക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് കേദാറിനെ വിളിക്കാൻ പോകണം. പോകുന്ന വഴിക്ക് മഴയൊന്ന് പൊടിക്ക് ശമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളുടെ കേദാറിൻ്റെ സ്കൂൾ. ഞങ്ങൾ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും സ്കൂൾ വിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ സ്കൂൾ ബസ്സും കാര്യങ്ങളും ഒക്കെ വണ്ടി അവിടെ ഫ്രണ്ടിൽ മുഴുവൻ പാർക്ക് ചെയ്തേക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചങ്ങ് നീങ്ങിയിട്ടാണ് കേട്ടോ സ്പേസ് കിട്ടിയത്. അപ്പോൾ വിനീഷേട്ടൻ പറഞ്ഞു നിങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നുള്ളൂ, മഴ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ട്, ഞാൻ പോയി കേദാറിനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. കേദാറിന് ഭയങ്കര സന്തോഷമാണ് നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് കേദാറിനെ പോയി വിളിക്കുന്നത്. അപ്പോൾ കേദാറിൻ്റെ വാനങ്ങളിനോട് പറഞ്ഞു ഞങ്ങൾ ഇന്ന് വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ചെന്നാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പൊടിക്കുഞ്ഞിനെ കൊണ്ടുപോകാതെ പോയിട്ട് പൊടിക്കുഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ചേട്ടനെയും കൊണ്ട് അച്ഛൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ബിനീഷേട്ടൻ കുടയൊക്കെ ചൂടിച്ച് നമ്മുടെ കേദാറിനെയും കൊണ്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ചെന്നതിൻ്റെ സന്തോഷമാണ് കേദാറിൻ്റെ മുഖത്ത്. അപ്പോൾ കേദാറിൻ്റെ സന്തോഷ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം പൊടിക്കുഞ്ഞും അവിടെ ഹാപ്പി ആയിട്ട് സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. മഴ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ, എന്താ പറയുക, കണ്ണറിയാൻ പാടില്ലാത്ത പോലത്തെ മഴ എന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ പോലത്തെ മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ മഴയത്ത് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ബിനീഷേട്ടനൊരു അത്യാവശ്യ കാര്യമായിട്ട് പുറത്തേക്ക് പോയതായിരുന്നു. അപ്പോൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഞാൻ എന്താ മുട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പോയപ്പോൾ ഉണ്ടാക്കിയിട്ട് പോയില്ല, കാരണം ചൂടാറിൻ്റെ രസം ഉണ്ടാവില്ലല്ലോ. അപ്പം വന്നതിന് ശേഷം എന്തായാലും കുറച്ച് താമസം വരും, കാരണം കേദാർ ഡ്രസ്സ് യൂണിഫോം കാര്യങ്ങളൊക്കെ കഴുകിയതിന് ശേഷം കുളിച്ചിട്ടാണ് അവൻ ഫുഡ് കഴിക്കുന്നത്. അവൻ്റെ യൂണിഫോം വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല കേട്ടോ. അപ്പോൾ ആ ഡ്രസ്സൊക്കെ കേദാർ തന്നെ കഴുകുന്നത്. കഴിഞ്ഞ വർഷം തൊട്ട് വിനീഷേട്ടൻ പറഞ്ഞാണ് അവരൊരു യൂണിഫോം കാര്യങ്ങളും ഒക്കെ അവരൊരു തന്നെ കഴുകാൻ നോക്കണമെന്ന്. അപ്പോൾ അങ്ങനെ കേദാർ കഴിഞ്ഞ വർഷം തൊട്ട് അവൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ അവൻ തന്നെ കഴുകും, നല്ല നീറ്റായിട്ട് കഴുകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അവൻ അതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് ഞാൻ വേഗം മുട്ട ഉണ്ടാക്കി. അപ്പോൾ ഈ സമയത്ത് എൻ്റെ ക്യാമറാമാൻ നമ്മുടെ പൊടിക്കുഞ്ഞാണ് കേട്ടോ. പൊടിക്കുഞ്ഞ് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോ ഒക്കെ പിടിച്ചു തന്നു. മുട്ടയ്ക്ക് അത്ര ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വീഡിയോ ചെയ്താലും ആശാൻ നന്നായിട്ട് പിടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കേദാറും ഫുഡ് കഴിക്കാനുള്ള ബിനീഷേട്ടൻ ഫുഡ് കഴിച്ചിട്ടാണ് പുറത്തേക്ക് പോയത്. അപ്പം ഞാൻ എന്താ രാവിലത്തെ സാമ്പാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ പയർ തോരൻ, പനീറുണ്ടായിരുന്നു, പിന്നെ ഇതേ മുട്ടയും കൂടെ ആയപ്പോഴത്തേക്ക് അടിപൊളി ഊണായി. കേദാർ അന്നത്തേക്കും ഫ്രഷായി വന്നു കേട്ടോ. ഞങ്ങൾ മൂന്നാളും കൂടി ഒന്നിച്ചിരുന്ന് കഴിക്കുകയാണ്. ബിനീഷേൻ്റെ ഒപ്പം പൊടിക്കുഞ്ഞ് കുറച്ച് ചോറുണ്ടോണ്ട് തന്നെ എൻ്റെ കൂടെ എന്നോട് പറഞ്ഞു എനിക്ക് 2-3 ഉരുള മതി അമ്മ എന്ന് പറഞ്ഞിട്ട് ആൾ സൈഡിലിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊടിക്കുഞ്ഞിന് വാരി കൊടുത്തിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കേദാർ സ്കൂളിലത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതിനിടയ്ക്ക് അറിയാതെ എന്തോ വായിലൊരു മുളക് പോയതുകൊണ്ടാണ് കേട്ടോ പൊടിക്കുഞ്ഞിതായി ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ചോറൊക്കെ ഉണ്ടു. ഊണ് കഴിഞ്ഞാൽ സാധാരണ ഞങ്ങൾ മൂന്നാളും കൂടി കിടന്ന് ഉറങ്ങാറാണ് പതിവ്. പക്ഷേ കേദാറിന് ഹോംവർക്ക് ഉണ്ടെങ്കിൽ അവൻ അത് ചെയ്ത ശേഷം മാത്രമാണ് കേട്ടോ കിടക്കത്തുള്ളൂ. അപ്പോൾ കേദാർ പറയണം അമ്മ പോയി കിടന്നു അമ്മ, ഞാൻ ഇത് എഴുതിയിട്ടേ വരുന്നുള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ.